ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് വരക്കയില്ല. അങ്ങനെ ഞാൻ ഇന്ന് വെണ്ടയ്ക്കയും ചാളമീനും മുട്ടയുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. വീഡിയോ കാണുകയും കാണാതിരിക്കുകയും ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്. സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. വീഡിയോ കണ്ട് സഹായിക്കണം. അങ്ങനെ ചാള മീനൊക്കെയാണ് രാവിലെ കിട്ടിയത്. അങ്ങനെ ചാളക്കറിക്ക് വേണ്ടി പുളിച്ചിക്ക അടക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ കുറച്ച് പുളിച്ചിക്കൊക്കെ ഉണ്ട്. അങ്ങനെ 2 വലിയ പുളിച്ചിക്കൊക്കെ അടത്തു. അതൊക്കെ ഇട്ടാണ് ഇന്ന് ചാളക്കറി വയ്ക്കുന്നത്. ചാള കഴുകി അരച്ച് കലക്കിയൊക്കെ വച്ചു. അത് കഴിഞ്ഞ് പുളിച്ചിക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അങ്ങനെ അച്ചമ്മ തിരിച്ചു പോന്നു. വളരെയധികം സന്തോഷം. സുമോദിന് സുഖമാണെന്ന് വിശ്വസിക്കണു. ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കണു. ഇവിടെ ഇന്നലെ ഭയങ്കര എറുമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ മഞ്ഞപ്പൊടി വാരിയിട്ടു. ഇപ്പോൾ എറുമ്പെല്ലാം പോയി കേട്ടോ. മഞ്ഞപ്പൊടി ഇടുമ്പോൾ എറുമ്പ് ഓടി രക്ഷപ്പെടും. അടുക്കളയിലൊക്കെ ആകുമ്പം മഞ്ഞപ്പൊടി ഇടുന്നതാണ് നല്ലത്. അങ്ങനെ മെഴുക്ക് പുരട്ടൊക്കെ ഉണ്ടാക്കി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുണ്ടാക്കി, മുട്ട അവിയലുണ്ടാക്കി, പുളിശ്ശേരി വെച്ചു, നെത്തോലി മീൻ ഫ്രൈ വെച്ചു. നെത്തോലി മീൻ ഒരു ചെറിയ ആളല്ലെന്നറിയാമല്ലോ, ഒരു വലിയ ആളാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷം. ഒരു കുഞ്ഞു വീഡിയോയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഉച്ച ഊണായി. മീൻ, പുളിശ്ശേരി, മീൻ കറി, മുട്ടയവിയൽ, പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും എടുത്തില്ല. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സുഖമായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. ഗുഡ് മോർണിംഗ്. താങ്ക് യു.